ഇപ്പൊ തൃശ്ശൂര്, എറണാകുളം, ആലപ്പി, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട എക്സെട്ര, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, എവിടെയാവട്ടെ, ആ വസിക്കുന്ന ആ പ്രദേശവാസികൾ നമ്മളാണെന്ന് കരുതുക. നമ്മൾ ഉൾക്കൊള്ളുന്ന ആൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പള്ളികളിൽ ആളുകൾ വന്നു ചേരും, യാത്രക്കാരായിട്ടുള്ള ആളുകൾ. അതല്ലാതെ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകളായിരിക്കും ഇവിടെ ഭൂരിപക്ഷം. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ, ഇവിടെ എത്തിപ്പെടാവുന്ന ആളുകൾ, സ്ഥിരം വരുന്ന ആളുകൾ. എങ്കിൽ ആ ആയത്ത് നമ്മളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുക. അങ്ങനെയാണല്ലോ ഖുർആന്റെ ഒരു പ്രത്യേകത. ഖുർആൻ നമ്മളോട് സംവദിക്കുന്നു എന്നതാണ്. ചില ഖുർആനിക വചനമൊക്കെ നമ്മൾ വിചാരിക്കും അത് എന്നെ കുറിച്ചാണ് ആ പറയുന്നത്. നല്ലതാണ്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ഈമാൻ തീരെ കുറവാണെന്ന അർത്ഥം. അങ്ങനെ അയാൾക്ക് തോന്നുകയാണ് മൗലവി ഇന്നെ പറ്റിയാണ് പറയണതെന്ന് തോന്നുക, എങ്കിൽ അയാൾ ഈമാനുള്ള ആളാണെന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ആ തോന്നൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം. ആ നിലക്ക് നമ്മൾ ഈ ആയത്തിനൊന്ന് കണ്ടു നോക്കിയേ. അല്ലാഹ് പറയാണ്, നോക്കൂ, ആ പട്ടണക്കാർ, ആ നാടുകൾ, ആ നാട്ടിലുള്ള ആളുകൾ, ഇപ്പൊ തൃശ്ശൂരുകാര്, അവർ ഈമാനുള്ളവരും തഖ്വയുള്ളവരുമായിരുന്നെങ്കിൽ, അല്ലാഹ് പറയാണ്, വിശ്വസിക്കുകയും സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹ് പറയാണ്, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബർക്കത്തിന്റെ വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. ഈമാനും തഖ്വയും, ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ഈമാനിൽ ദുൽമ കലരാത്ത അവസ്ഥ, പക്കാ തൗഹീദ്, അതാണ് ഉദ്ദേശം. അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന ആ തത്വം കൃത്യമായി മനസ്സിലുള്ള യഥാർത്ഥമായ ഈമാനുള്ള ആളുകളാണ് ആ നാട്ടുകാരെങ്കിൽ, അതാണ് പോയിന്റ്. പിന്നെ തഖ്വയുള്ളവരാണെങ്കിൽ, സൂക്ഷിക്കേണ്ട ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുമായിരുന്നു, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്ത് നൽകുമായിരുന്നു. എന്നാണ് അല്ലാഹ് പറയുന്നത്. വലാകിൻ കസ്സബു, പക്ഷേ അവർ കളവാക്കുകയാണ് ഉണ്ടായത്, അവരതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്, നന്ദികേട് കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫഅഖ്ദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച കാരണം കൊണ്ട്, അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് നാം അവരെ പിടിച്ച് ശിക്ഷിച്ചു എന്നാണ് അല്ലാഹ് പറയുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ആയത്ത് ഒന്നുകൂടെ കേട്ടോക്കെ. വലൗ അന്ന ആമനു അഹ്ലൽ ഖുറാ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 96-ാമത്തെ വചനം. 99 വരെ വായിക്കണം. തുടർന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സബ്ജക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒറ്റ ആയത്ത് എടുത്തു എന്ന് മാത്രം. അതിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. 4 ആയത്ത് വായിച്ചു നോക്കണം. അതിൽ നിന്ന് ഈ ആയത്ത് 96-ാമത്തെ ആയത്ത് പറയാണ്, ആ നാട്ടുകാര്, ഏതോ നാട് അങ്ങനെ സങ്കല്പിച്ചോളൂ, നമ്മുടെ നാടിനെ സങ്കല്പിച്ചോളൂ. ഞാൻ എൻ്റെ നാട്, ആ നാട്ടിലുള്ള ആളുകൾ, ആ പഞ്ചായത്തിലുള്ള ആളുകൾ, ഗ്രാമപഞ്ചായത്ത് അല്ലേ, ബ്ലോക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഒന്ന് തരംതിരിച്ചിട്ട് ആ നാട്ടുകാർ അവർ വിശ്വാസികളായിരുന്നെങ്കിൽ, തഖ്വ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ അവർക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും. വലാകിൻ കസ്സബൂ, പക്ഷേ അവർ കളവാക്കി. ഫഅഖ്ദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അക്കാരണം കൊണ്ട് നാം അവരെ പിടിച്ചു ശിക്ഷിച്ചു എന്നല്ല പറയാൻ. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈമാൻ അത് ശരിക്കും നമുക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. രണ്ടാമത്തത്, നമുക്ക് തഖ്വയുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരാള് പലിശയുമായി ജീവിതത്തിൽ ബന്ധപ്പെടുകയേയില്ല. പലിശയുടെ ഒരു ചെറിയ തോത് പോലും സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. എല്ലാവർക്കും അറിയാം അല്ലെ? നിങ്ങൾ ആലോചിച്ചു, സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി എന്റെ ഉമ്മയെ എനിക്ക് വിയോഗിക്കാവുന്ന ഒരാളെ മനസ്സിൽ തോന്നുന്നതിന് തുല്യാണ് പലിശയുടെ ഏറ്റവും ചെറിയ തോത് എന്നാണ് അല്ലെ? എത്ര ഗൗരവമായ ഒരു കാര്യമാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ പിതൃവ്യൻ, കോടിക്കണക്കിന് പലിശ കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ സൂറത്ത് ബഖറ 278-ാമത്തെ വചനം, സൂറത്ത് ബഖറയിൽ 286 വചനമുള്ളത്. അതിൽ 278-ാമത്തെ വചനം പലിശ നിരോധിച്ചുകൊണ്ടുള്ള വചനം. അത് ഹജ്ജത്തുൽ വിദായിൽ ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ എളാപ്പച്ചു നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, മോനെ പലിശ നിരോധിച്ചോ? അതെ. മുതലല്ല, പലിശയാണോ നിരോധിച്ചത്? അതെ. മുതല് വാങ്ങാമോ?
ഞാൻ 1,00,000 കൊടുത്താൽ 1,10,000 വാങ്ങുന്നതല്ലേ കുഴപ്പമുള്ളൂ. എന്റെ 1,00,000 വാങ്ങാമോ? ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുണ്ടായിരുന്നു നബിയുടെ എളാപ്പക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്. എന്നിട്ട് എഴുന്നേറ്റ് എന്ന് ചോദിക്കാണ്, മോനെ നബീനോട് ചോദിക്കാണ്, അല്ല എന്റെ പലിശ ലോകത്ത് പലിശ അല്ലാഹ് ഹറാമാക്കിയോ? ആരായി എളാപ്പാന്നും കൂടി അറിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവും. നബിയുടെ സ്വർണം കൂടിക്കിടക്കുന്ന മല പോലെ സ്വർണം കൂടിക്കിടക്കുന്ന പൊതുമുതല് കണ്ടിട്ട് മോഹിച്ച ആളായിരുന്നു ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ സ്വർണ്ണ നാണയം കൂട്ടിയിട്ടേന്ന് കുറച്ചെടുക്കട്ടെ എന്ന്. ഒരു മനുഷ്യന്റെ ജീവിതം ഇസ്ലാം മാറ്റിയതിനെ കുറിച്ചാട്ടോ ഈ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ എന്റെ പേരോ എന്നോടോ വിരോധമുള്ള ചിലരെങ്കിലും ഇതിലൊക്കെ വന്ന് പെട്ടുപോകും. നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കണ്ടന്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിനോട് ചോദിക്കുകയാണ്, മോനെ ഇതിൽ നിന്ന് ഞാൻ എടുത്തോട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളന്ന് തൂക്കി. എളാപ്പാനെ അറിയാം, അത്ര ആർത്തിയാണ് ദുനിയാവിനോട് മഹബത്ത് അത്രമേൽ അല്ലേ, ആ ആർത്തി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആവുന്നത് എടുത്തോളി. പദപ്രയോഗം പ്രത്യേകം, നിങ്ങൾക്ക് ആവുന്നത് എടുത്തോളൂ. അപ്പൊ അദ്ദേഹം ഒരു വലിയ ചാക്ക് കൊണ്ടുവന്നിട്ട് അതിൽ വാരിയിടുകയാണ് സ്വർണ്ണ നാണയം. പൊക്കി നോക്കുമ്പോ പൊങ്ങുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മോനെ ഒന്ന് പിടിച്ചുകൊണ്ടാന്ന് നബീനോടെ. റസൂലുള്ളാഹി പറയാ, നിങ്ങൾക്ക് ആവുന്ന എടുക്കാനല്ലേ പറഞ്ഞോളൂ, മറ്റൊരാളെ സഹായം തേടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് മാന്തി താഴോട്ടിട്ടിട്ട് പിന്നെയും പൊക്കാൻ നോക്കി. അങ്ങനെ പലവരും. എന്നിട്ട് പറഞ്ഞു, ഒന്ന് പിടിച്ചു ചാടാ എന്ന്. അവസാനം റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾക്ക് ആവുന്ന എടുത്താൽ മതി. അങ്ങനെ എല്ലാം മാന്തി ഇട്ടിട്ട് സ്വർണ്ണ നാണയാണല്ലോ, വലിയ തൂക്കാണ്, അതെടുത്ത് ഷോൾഡറിൽ ഇട്ടപ്പോ ഇങ്ങനെ കുനിഞ്ഞു പോയിന്നാ. ഇങ്ങനെ കുനിഞ്ഞിട്ട് ചാക്ക് പുറത്തിട്ടിട്ട് ശരീരം എഴുന്നേക്കാൻ പറ്റാതെ നടന്നുപോയ മനുഷ്യനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇവിടെ അങ്ങനത്തെ ആളുകളൊന്നും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. എന്നിട്ടും നമുക്ക് മാറാൻ പറ്റിയില്ല. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബീനോട് പറയാണ്, അല്ലാഹ് ഹറാമാക്കിയോ മോനെ? അല്ലാഹ് ഹറാമാക്കി. എന്നാലേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഇനി പലിശേ വേണ്ട, എന്റെ മുതൽ എനിക്ക് വാങ്ങാമോ? വാങ്ങാം, മുതൽ വാങ്ങിക്കൊള്ളേ. പിന്നെ ജീവിതത്തിൽ പലിശ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനത്തെ മനുഷ്യന്മാര്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുകൊണ്ടാണ് ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിനക്കൊരു മഖ്റജ് ഉണ്ടാക്കി തരും, അള്ളാഹ് നിനക്കൊരു വഴി ഉണ്ടാക്കി തരും. അപ്പൊ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹ് ഒരു വഴി ഉണ്ടാക്കി തരും. ഒരിക്കലും അള്ളാഹു പട്ടിണി കിടൂല. നമ്മുടെ വിശ്വാസമാണ് എന്ത്? ഞാൻ ഈ പലിശ വാങ്ങാതിരുന്നാൽ ഞാൻ എന്താകും? ഈ പലിശ കൊടുക്കാതിരുന്നാൽ ഒന്നും ആവൂല. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദ് 11-ാം അധ്യായം 6-ാമത്തെ വചന. അതിന്റെ അർത്ഥം എന്താ അറിയോ? ലോകത്ത് സൃഷ്ടിച്ച സകല മനുഷ്യർക്കുള്ള ഉപജീവനം തീർന്നില്ല. ഉപജീവനം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ബേജാറുണ്ടായിരുന്നു വീടിനെ കുറിച്ച്. ബേജാറാണ്ട് അല്ല പറയാണ്, ഓന് താമസിക്കാനുള്ള വീടും ഞാൻ കൊടുത്തിട്ടല്ലാതെ ഞാനൊരാളവിടെ സൃഷ്ടിക്കില്ല. ഓൻ ആവശ്യമുള്ള ഈ 2 സൗകര്യം ഇവിടെ ഉണ്ടാവും. ഓൻ വെപ്രാളപ്പെടരുത്, ക്ഷമിച്ച് കാത്തിരിക്കണം എന്നല്ല പറയാണ്. അപ്പൊ ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഇതൊക്കെ ഖുർആന്റെ വചനങ്ങളാണ്. ഖുർആൻ എന്തോ ഒരു രസമാണ്. വെറുതെ ആ മൊബൈൽ തോണ്ടുന്ന സമയത്ത് ഖുർആൻ സ്വന്തം നഫ്സിനോട് സംസാരിക്കാനുള്ള ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് സൂറത്ത് കഹ്ഫൊക്കെ നമ്മളോട് സംസാരിക്കല്ലേ റബ്ബ്, നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുക റബ്ബ്. അതുകൊണ്ട് ആലോചിക്കുക, വലൗ അന്ന ആമനു അഖില, അല്ലാഹ് പറയാൻ അഖിലൽ ഖുറാ ആമനു വത്തഖൗ. അതായത് ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും തെക്കുബ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന്, അള്ളാന്റെ വാക്ക് അള്ളാഹ് ഒരിക്കലും തെറ്റിക്കൂല. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അതുണ്ടായാൽ പടച്ചോന്റെ ഭാഗം പൂർണ്ണമായിട്ട് അള്ളാഹ് നടപ്പാക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 7-ാമത്തെ വചനം. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും, ഷുവർ. അപ്പൊ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തെക്കുവയാണ്, ഈമാനാണ്. ഇത് രണ്ടും നമുക്കുണ്ടായാൽ ഉണ്ടാകുന്ന അനുഗ്രഹമാണ് ഈ പറഞ്ഞു. ഒരു ഖുർആനിക വചനാണ് ഇവിടെ പറഞ്ഞത്, അതിനോട് അനുബന്ധമാണ് ബാക്കിയുള്ളത് പറഞ്ഞു. രണ്ടാമത്തത് സൂറത്ത് ഹൂദിലാണ്. സൂറത്ത് ഹൂദ് 11-ാം അധ്യായമാണ്, പഠിക്കേണ്ടതാണ്. പ്രവാചകന്മാരുടെ അധ്യായമാണ്. അധ്യായം ഒരു നബിയുടെ പേരിലാണ് അധ്യായം. ഏതോ ആവട്ടെ, അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹും നദീറും വബശീർ. മഹാനായ ഹൂദ് നബി പറയാണ്, എന്തെന്നാൽ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഏത് നബിയും ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് പറയുന്നത് അള്ളാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നുള്ള കാര്യമാണ്. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഒരു പ്രവാചകന് ലോകത്തോട് ആദ്യമായി പറയാനുള്ള ഭാഗം അള്ളാഹനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ നിങ്ങൾ അള്ളാഹനെ ഇബാദത്ത് ചെയ്യുകയും അവനെ തെക്കുവ കൈക്കൊള്ളുകയും ചെയ്താൽ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ,
അള്ളാനെ മാത്രം ഇബാദത്ത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം, ഈമാനിൽ ദുൽമ് കലരാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അഖീദ ക്ലിയർ ആയാൽ, ശിർക്കില്ലാതെ ഇരുന്നാൽ, ഒരു ബൗദ്ധൈവത്വവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ, ഒരു മന്ത്രി ചൂതിയ ചരട് പോലും അരയിൽ ഇല്ലാതിരുന്നാൽ, കൈത്തണ്ടയിൽ ഇല്ലാതിരുന്നാൽ, തീർച്ചയായും നിങ്ങൾ ഈമാനുള്ളവരായി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിലുടനീളമുള്ള തഖ്വയാണ്. അതും നിങ്ങൾ കൈക്കൊണ്ടാൽ എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്? അതാണ് പറയുന്നത്. എന്നിട്ട് പടച്ചോനെ പ്രവാചകൻ വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ, അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ഇതുവരെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ പടച്ചോനോട് ഏറ്റുപറയുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എന്താ അവിടെ സംഭവിക്കുന്നത്? അത് അല്ലാഹു പറയാണ്, യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് നല്ല സൗഖ്യം, നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല സൗഖ്യം അള്ളാഹു നിങ്ങളെ അനുഭവിപ്പിക്കും. എന്നിട്ടോ തീർച്ചയായും ഔദാര്യമുള്ളവർക്ക്, ഉദാര മനസ്കതയുള്ളവർക്ക് അവരുടെ ഉദാര മനസ്കതയനുസരിച്ച് അള്ളാഹു അവരോട് ഔദാര്യം കാണിക്കുന്നതും അവർക്ക് പ്രതിഫലം നൽകുന്നതുമാണ്. എന്നാൽ ഇത് വളരെ പ്രധാനമായ കാര്യമാണ്. നേരത്തെ എന്താ പറഞ്ഞത്? അതായത് അവർ നിഷേധിച്ചു, അവർ തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹു അവരെ കടുത്തു ശിക്ഷിച്ചു. ഇവിടെ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്ത് മടങ്ങുകയും ഖേദിച്ചു മടങ്ങുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അള്ളാഹു തരും, സമൃദ്ധമായ മഴയൊരിഞ്ഞു തരും, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും, സന്താനങ്ങൾ നൽകും, നിങ്ങൾക്ക് സമ്പത്ത് നൽകും. നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നതാണ്. ഇത് വളരെ പ്രധാനമായ. എന്തുകൊണ്ടാ മഴയില്ലാത്തത്? പൊറുക്കലിനെ തേടുന്നവരുടെ എണ്ണം കുറയുകയും പാപികളുടെ വണ്ണം കൂടുകയും ചെയ്തത് കൊണ്ടാണ്. എത്ര പേർക്കതറിയാം? എത്ര പേർക്കതറിയാം? എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ കഠിനമായി ചൂടുകൊണ്ടോ മറ്റ് പലതുകൊണ്ടോ അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളെ കൊണ്ടോ അള്ളാഹ് നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോ സൂറത്ത് ഹൂദിന്റെ 2-3 വചനങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക, പാപങ്ങളെ ഏറ്റുപറയുക. നോക്കൂ, നിങ്ങൾക്കറിയില്ലേ ഖുർആൻ അദ്ദാരിയാത്ത് 51-ാം അധ്യായം 17-18 വാചകങ്ങളിൽ പറയുന്നത്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന വാചകമാണ്. രാത്രി വളരെ കുറച്ച് ഉറങ്ങുന്നവരും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരുമാണവർ. കണ്ടോ, ആളുകൾ ആരാണ്? രാത്രി വളരെ കുറച്ചുറങ്ങുന്നവരും റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നവരുമാണവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണ്? അതാണ് സൂറത്ത് നൂഹിലൂടെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം 5 മഹാന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി. നൂഹ് നബിയുടെ കാലത്ത് 5 ഔലിയാക്കളെ, അവരുടെ ഖബറുകളെ ബിംബമാക്കി അവരെ കെട്ടിയുയർത്തി അവിടെ ആരാധനകൾ നടത്തി, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു, ഔലിയാക്കളെ പിന്നാലെ പോയി. അല്ല പറയുന്ന പ്രയോഗാട്ടോ, ഞാൻ പറയുന്ന പ്രയോഗമല്ല. ഇന്നും മുസ്ലിം സമുദായത്തെ നോക്ക്, ഔലിയാക്കളുടെ പിന്നാലെ പോകാനാണ് തിടുക്കം, അള്ളാഹുവിന്റെ പിന്നാലെ പോകാനല്ല. അതുകൊണ്ടാണ് അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ, അടുത്ത വാചകം എന്താ? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളുടെ പിന്നാലെ പോയി. നോക്ക്, ഏത് ഉസ്താദ് നാവനക്കിയാലും ഒരു ഔലിയാന്റെ കറാമത്താ പറയാ. നേരെ മറിച്ച് നൂഹ് നബി പറയുന്നത് നിങ്ങൾ കേട്ടോളി. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെടുത്ത് വന്നിട്ട് 5 ഔലിയാക്കളെ പിന്നാലെ പോയ, ഇത് അടിവരട്ട് മനസ്സിലാക്കി. ചെറിയ കാര്യമായിട്ട് കരുതണ്ട, പരലോകത്ത് കൈകടിക്കുന്നുള്ളതിൽ ഒരു സംശയവും. ഔലിയാക്കളെ പിന്നാലെ പോയവർ നാവ് കടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും അള്ളാന്റെ ഖുർആൻ കൊണ്ട് ഒരു ഈമാനുള്ളവൻ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ അവന് ഖുർആൻ അറിഞ്ഞുകൂടാ. എത്ര വലിയ ഉസ്താദായാലും ഖുർആൻ അറിഞ്ഞുകൂടാ. ഇന്ന് അള്ളാഹ് ഉപയോഗിച്ച പദം തന്നെ എന്താ? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കളെ പിന്നാലെ പോകുന്നവര്. ഇതെന്താ ആർക്കും മനസ്സിലാത്തത്? അള്ളാഹിനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോയവരെ പ്രശംസിക്കല്ല ചെയ്ത്, അവര് ഇസ്ലാം അല്ല എന്നാ പറഞ്ഞ്. ഔലിയാക്കളെ പിന്നാലെ പോകുന്നത് മുസ്ലിങ്ങളല്ല.
നമ്മൾ പറയണതോ അള്ളാന്റെ കൂടെ പോകുന്നവര് മുഅ്മിനുകളല്ല, ഔലിയാക്കളെ പിടിച്ചോളി എന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നേരെ തിരിച്ചാണ്. എല്ലാം തലതിരിഞ്ഞിട്ട് ഒന്നിക്ക് ആശാന്റെ നെഞ്ഞത്തില്ലേ കളരിക്ക് പുറത്ത്. വല്ലാത്തൊരു വേദനാജനകമായ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നൂഹ് അലൈഹിസ്സലാം, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നോഹ പ്രവാചകൻ അല്ലാഹു അയച്ചു. എന്നിട്ട് നൂഹ് നബി അവരോട് പറയാണ്, എന്ത്? ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ. ഞാൻ നിങ്ങളിലേക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. അനി അബ്ദുല്ലാഹ് വത്തഖൂഹു വഅതിഊൻ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വയുള്ളവരാവുക, നിങ്ങൾ എന്നെ അനുസരിക്കുക. അത് കഴിഞ്ഞിട്ട് നൂഹ് അലൈഹിസ്സലാം അവരോട് പറയുന്നത് എന്താണ്? നൂഹ് നബി പറയാണ്, ഞാൻ അവരോട് പറയാണ്, നിങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിലേക്ക് വരൂ. അങ്ങനെ പുറത്തു തരുന്നതിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അവന് തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ എന്താണ് ഇവിടെ വരാൻ പോണത്? അതിനെപ്പറ്റി നൂഹ് നബി അവരോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ കൈക്കൊള്ളുകയും നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്? യഗ്ഫിർ, അവൻ നിങ്ങളുടെ പാപം പുറത്തു തരും. എന്നിട്ടോ മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. എന്നിട്ട് പറയാണെന്ത്? വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത കാലഗണന ഈ ഭൂമുഖത്ത് നിങ്ങളെ നല്ല നിലയിൽ ജീവിപ്പിക്കും. ഇന്നാ അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖിർ ലൗ കുൻതും തഅലമൂൻ. അവധി എത്തിയാലോ നിങ്ങൾ അല്ലാഹു പിന്തിക്കുകയില്ല. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചാൽ, നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് അല്ലാഹു എന്ത് നൽകും? നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും, ഒരു നല്ല കാലയളവ്, നല്ലൊരു ജീവിതം നൽകും. എന്നാൽ അജലെത്തിയാലോ ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചനമാണ്. പിന്നെ നിങ്ങളെ വിട്ടുകയില്ല. ആ സമയത്തിയാൽ അല്ലാഹു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അവങ്കിലേക്ക്. ഇത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ കാതലാണ്. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ വളരെ മൗലികമായി പഠിപ്പിക്കുന്ന എന്താണെന്നറിയാം നിങ്ങൾ? ശരിക്കും ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ പണ്ഡിതന്മാർ, ഞാൻ പലപ്പോഴും അവരെ കുറ്റം പറയല്ല, ഈ പണ്ഡിത സമൂഹത്തിന് നിർവഹിക്കാനുള്ള ഒരു ദൗത്യം അവർ നിർവഹിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു 100 കൊല്ലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഖുർആനും സുന്നത്തും കറക്റ്റ് കേരളത്തിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ കള്ളക്കറാമത്ത് 2 മണിക്കൂറോ കിട്ടിയാൽ അതിൽ ഫുൾ ടൈം കള്ളക്കറാമത്ത് അടിച്ച് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശതമാനം തിന്ന് കൊഴുത്ത് ജീവിക്കുക എന്നല്ലാതെ ഈ ജനങ്ങൾ നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഈ ആയത്തൊക്കെ ഖുർആനിലുണ്ടായിട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന് അല്ലാഹ് ചോദിച്ച എന്ത് മറുപടി പറയും സഹോദര? ഈ പള്ളിയിൽ ഈ ഖുതുബ കേൾക്കുന്നവരെന്ന എന്ത് മറുപടി പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന നൂഹ് അലൈഹിസ്സലാം അവരോട് പറയാണ്, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും. കണ്ടോ? ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി. ഇർതഖബതു അലൽ ഖത്താ ഗൈറ ആസിരിൻ വാഹദന, പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് അന്യായം ഞാൻ, സയ്യിദി ഖൈറൻ നബീന. ബൈത്തിൽ പറയണേ, നബിയെ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് നബിയിലേക്കാണ്. അങ്ങനെ പൊറുക്കലിനെ തേടിയ 5 മഹാന്മാരോട് പൊറുക്കലിനെ തേടിയ ഒരു സൊസൈറ്റിയോട് നൂഹ് നബി പറയാണ്, ഫഖുൽതുസ്തഗ്ഫിറു, നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോളൂ. ആരോട്? ഔലിയാക്കളോടാ? അല്ല, റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോളൂ. റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോളൂ. എന്നാലോ ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എല്ലാം അറിയുന്ന പടച്ചോനല്ലേ? ആ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയ തോന്നലുകൾ, നീചമായ ചിന്തകൾ എല്ലാം അറിയുന്ന പടച്ചോനല്ലേ? അതുകൊണ്ട് ആ പടച്ചോലിനോട് പൊറുക്കലിനെ തേടിക്കോളൂ, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുമെന്ന സമാധാനത്തിന്റെ വാചകമാണ് നൂഹ് അലൈഹിസ്സലാം പറയും. തുടർന്ന് പറയുന്ന വാചകം കേട്ടോ. ഇപ്പൊ നമ്മൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അതായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നൂഹ് നബി അവരോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ. ഇതിന് തഫ്സീറിൽ എല്ലാ ഇബ്നു ജരീർ തബരി ഒക്കെ പറയുന്നത് സമൃദ്ധമായ മഴ എന്ന് പറഞ്ഞാൽ കൃഷികളെ സമൃദ്ധമാക്കുന്ന മഴ, നിങ്ങൾക്ക് ഉപകാരമുള്ള മഴ, നിങ്ങളുടെ കിണറുകളിൽ നിങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം നൽകുന്ന മഴ, നിങ്ങൾക്കൊരു നിലക്കും ഉപദ്രവകരമാകാത്ത മാഅംബിക്കദർ. സൂറത്ത് മുഅ്മിനൂനിലെ സൂറത്ത് മുഅ്മിനൂന്റെ 16 കഴിഞ്ഞാൽ 17, 18, 19 വചനം വായിച്ചു നോക്കിയേ. 23-ാം അധ്യായം അതിൽ പറയണം മാഅംബിക്കദരിൻ, ഒരു കണക്കനുസരിച്ച് അല്ലാഹ് പറയാണ്. എന്നിട്ട് ആ മഴ നിങ്ങൾക്ക് ഉപദ്രവമാവുകയില്ല, നിങ്ങൾക്ക് ഒരു നിലക്കും അതൊരു ശിക്ഷയാവുകയില്ല.
അങ്ങനെ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. നൂഹ് അലൈഹിസ്സലാം അവരോട് പറയാൻ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിരന്തരമായി ഈ ഖുത്ബ കേൾക്കുന്ന നമ്മളൊക്കെ ചെയ്യേണ്ടത് നിരന്തരമായി പൊറുക്കലിനെ തേടുക. മഴ ഉണ്ടാകാനും നമുക്ക് അരുവികൾ ഒഴുകാനും. നമ്മൾ ഖുത്ബയുടെ ടൈറ്റിൽ തന്നെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ, എങ്കിൽ വെള്ളവും അരുവിയും ലഭിക്കുന്നതാണ് ഇന്നത്തെ ഖുത്ബയുടെ തലക്കെട്ട്. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് സമൃദ്ധമായ മഴ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാ പറയുന്നത്. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഓരോരുത്തർ ചിന്തിച്ചു നോക്കേ. എത്ര വലിയ ഓഫറാണ് ഒരു നബി പറയുന്നത്. നമ്മൾ പറയണത്, നിങ്ങൾ ഇന്ന് ഔലിയാക്കളിലേക്ക് മടങ്ങിയാൽ ആ ഔലിയ നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്തു തരും. മരിച്ച കുട്ടിനെ ജീവിപ്പിച്ചു തരും, ജീവിപ്പിച്ച കുട്ടിനെ മരിപ്പിച്ചു തരും, ആണിനെ പെണ്ണാക്കി തരും, പെണ്ണിനെ ആണാക്കി തരും. ഞാൻ ഇത് വെറുതെ പറയല്ലോ കേട്ടോ, ഇതൊക്കെ പ്രസംഗമാണ്, കേരളത്തിലെ പണ്ഡിതന്മാരുടെ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ എന്താ പറയണേ നോക്കൂ, സ്വത്തുക്കളെ കൊണ്ടും സന്താനം കൊണ്ടും നിങ്ങളെ അവൻ പരിപോഷിപ്പിക്കും. അതായത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക എന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് തരും. എന്ത്? അള്ളാഹിനോട് ഒരു പള്ളിന്റെ മൂലയിൽ ഇരുന്ന് കണ്ണുനീർ വാർത്ത് പൊറുക്കലിനെ തേടിയാൽ കുട്ടിനെ കിട്ടുന്നു, സമ്പത്ത് അധികരിക്കുന്നു, സ്വത്ത് കിട്ടുന്നു, ആധാരത്തിന്റെ കോപ്പി കൂടുതൽ ഉണ്ടാവുന്നു. അള്ള പറയാണ്, എന്തേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ? റബ്ബിനോട് പൊറുക്കലിനെ തേടുക. അല്ലാണ്ട് ആരാനെ പറ്റിച്ച് 10 രൂപ കയ്യിലേക്കണ്ട. നിങ്ങൾ ഈ സംഗതി രാത്രി ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടിയാൽ സ്വത്ത് കിട്ടുന്നു, സ്വത്ത് തരും. നിങ്ങൾക്കറിയോ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചു. 18 കൊല്ലം അദ്ദേഹത്തിന് രോഗം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന് അള്ള രോഗം മാറ്റി കൊടുത്തിട്ട് പിന്നെ ഖുർആൻ 84-ാമത്തെ വചനം, എവിടെ? 21-ാം അധ്യായം 84-ാമത്തെ വചനത്തിൽ അള്ള പറയുന്നത് അറിയോ? നഷ്ടപ്പെട്ട മുഴുവൻ സമ്പത്തും കൊടുത്തു, അത്ര തന്നെ പിന്നെയും കൊടുത്തു. ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ പേരില്, ഖുർആനാ പറയുന്നത്, പൊറുക്കലിനെ തേടിയതിന്റെ പേരില്, റബ്ബിലേക്ക് അടുത്തതിന്റെ പേരില്, റബ്ബിൽ മാത്രം വരമേൽപ്പിച്ചതിന്റെ പേരിൽ, രോഗം മാറ്റുന്ന റബ്ബാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, ആ അഖീദ ഉൾക്കൊണ്ടതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനാ പറയുന്നത്, അല്ലാണ്ട് കള്ളക്കഥയല്ല, ഉസ്താദുമാരുടെ കള്ളക്കഥയല്ല. അള്ള പറയുന്ന വാചകമാണ്. 21-ാം അധ്യായം 84. സമയമില്ലാത്തോണ്ടാ ചുരുക്കി പറയുന്നത്, വായിച്ചു നോക്കി നിങ്ങള്. 5000-ഓളം നാക്കാലികളെ നഷ്ടപ്പെട്ടിരുന്നത് അതല്ല തിരിച്ചു കൊടുത്തു, അത്ര തന്നെ തിരിച്ചു കൊടുത്തു. 2000-ത്തിലധികം വരുന്ന തൊഴിലാളികൾ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്, അത്ര തന്നെ 4000-ഓളം തൊഴിലാളികളെ തിരിച്ചു കൊടുത്തു. ചില്ലറ മാറ്റാ അള്ളാഹു വരുത്തി. അള്ളാന്റെ ഗ്രന്ഥത്തിൽ അതൊക്കെ ഉള്ളത്, അല്ലാതെ കള്ളക്കഥ വിശദീകരിക്കുന്ന പാളക്കിതാബിലെ കഥയല്ല പറയുന്നത്. ഖുർആനിലെ 21-ാം അധ്യായം 84-ാമത്തെ വചനം പറഞ്ഞ കാര്യമാണ് ഖുർആൻ പറയുന്ന കാര്യമാണ്. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടി എനിക്കിതൊക്കെ തരും നിന്റെ റബ്ബ് പറയുന്നുണ്ട്, നിന്റെ റബ്ബിന്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചെറിയവരും വലിയവരും ആലോചിക്കുക. കുറുക്ക് വഴികളൊന്നുമില്ല, ഈ മാർഗം അവലംബിക്കുക. എന്നിട്ട് എന്താ പറയണേ? ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നബിയുടെ കാലത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല. അപ്പോ ഒരു സഹാബി, ഒരു കൂട്ടുകാരനായ മറ്റൊരു സഹാബി ഈ സഹാബിയോട് ചോദിക്കുകയാണ്, നീ കേട്ടിട്ടില്ലേ സൂറത്ത് നൂഹിലെ 10 മുതൽ 13 വരെയുള്ള വചനം നീ കേട്ടിട്ടില്ലേ? അപ്പൊ അദ്ദേഹം ചോദിക്കണം, എന്താണ് ആ വചനം? അതിതാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരുമെന്നും, കുട്ടികളെ തരുമെന്നും, സമ്പത്ത് തരുമെന്നും, അരുവികൾ ഒഴുക്കി തരുമെന്നും, ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുമെന്നും അള്ള പറഞ്ഞിട്ടില്ലേ? അപ്പോ എന്താ അവിടെ പറയുന്നത്? കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവും വീട്ടിൽ രാത്രി ഇരുന്നിട്ട് ഇസ്തിഗ്ഫാർ എടുത്തിയ കുട്ടീനെ കിട്ടും. നമ്മളോ ദുനിയാവിലെ മുഴുവൻ ഡോക്ടർമാരെടുത്തും പോയി, അത് പോണ്ടാന്നല്ല കേട്ടോ, അത് അള്ളാന്റെ റസൂൽ നിശ്ചയിച്ചാൽ ചികിത്സിക്കണം എന്നുള്ളത് അതല്ല. അതിനേക്കാൾ വലിയ ആയുധം അള്ളാഹിനോട് പറയല്, അതാണ് പൊറുക്കലിനെ തേടല്. അപ്പൊ ഈ സ്വഹാബി പൊറുക്കലിനെ തേടി അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായി. ഞാൻ ദുബായിലുള്ള ഒരു സമയത്ത് തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള ഒരാൾ അയാൾ പറഞ്ഞ, ഉസ്താദ് ഞാൻ കല്യാണം കഴിച്ചിട്ട് 15 കൊല്ലായി. ആ വ്യക്തിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നീട് ആ വ്യക്തി എന്നോട് പറഞ്ഞു 15 കൊല്ലായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സൂറത്ത് നൂഹ് വായിച്ചിട്ടില്ലേ? വല്ലാഹി ഞാൻ നിങ്ങളോട് ഈ മിമ്പറിൽ വെച്ചാ പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാ അതിലെ 10 മുതൽ 13 വരെയുള്ള വചനം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ ഉസ്താദ് പറയുന്നത്? അള്ളാഹുവിനോട് പൊറുക്കലിനെ നിരന്തരമാണ്, അതായത് ഈ ലക്ഷ്യത്തോടു കൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കുട്ടിനെ കിട്ടും. ഇന്ന് ആ മനുഷ്യന് 3 മക്കള് ഈ തൃശ്ശൂർ ജില്ലയിൽ.
ആ മനുഷ്യനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുചേരാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ കാണിച്ചിരുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. ഒരു 5 ആളോടെങ്കിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊക്കെ കുട്ടികളുണ്ടായി. കാരണം അള്ളാന്റെ വാക്ക് അള്ള പാലിച്ചു. വേറൊരു മിറാക്കിൾ ഞാൻ പറഞ്ഞോണ്ടല്ല കുട്ടി ഉണ്ടായത്, ഈ സംഗതി നടപ്പാക്കിയുണ്ടാകും. ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് ഉസ്താദുമാര് പറയുന്ന കള്ളക്കഥയല്ല. അള്ള നടപ്പാക്കിയതാണ് ഈ കാര്യം. അള്ള പറയാണ് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, മഴ കിട്ടും. അപ്പൊ ഇന്നു മുതൽ പൊറുക്കലിനെ തേടൽ സ്പെഷ്യലാക്കിയാൽ മതി. മനസ്സിലായോ? എങ്കിലും മഴ സമൃദ്ധമായി കിട്ടും, അരുവികൾ ഒഴുകും എന്നല്ല പറയാണ്. അല്ലേ? നിങ്ങളെ ആലോചിച്ച് നോക്കൂ. അള്ള ചോദിക്കുന്നുണ്ട്. എന്താ അള്ള ചോദിക്കുകയാണ്? സൂറത്ത് മുൽക്കിലെ വചനമാണ്. ഞാൻ നിങ്ങളുടെ കിണറിലെ വെള്ളം വറ്റിച്ചാൽ ആരാണ് നിങ്ങൾക്ക് ഈ വെള്ളം കൊണ്ടുവരിക? 67 അധ്യായം 30-ാമത്തെ വചന. ഞാൻ ഉറവ് ജലം വറ്റിച്ച് കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരിക? വല്ലാത്തൊരു ചോദ്യം അത്, വല്ലാത്തൊരു ചോദ്യമാണത്. വേറൊരു സ്ഥലത്ത് ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഖുർആനിലെ 56-ാം അധ്യായം 68, 69, 70 വാചകമാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കുന്നത്, നാം ആണോ? കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും സ്വയം കത്തുന്ന, അല്ലേ? ഹൈഡ്രജന് സ്വയം കത്തുന്ന വാതകമാണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ശരിക്കും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് എന്താ ഉണ്ടാവേണ്ടത്? ഒരു സ്ഫോടനം ഉണ്ടാവേണ്ടി. പക്ഷെ വെള്ളം ഉണ്ടാവുള്ളത്. അതുകൊണ്ടാണ് വൈദൽ ബിഹാറു സുജ്ജിറത്, കടല് കത്തിക്കപ്പെടും. വെള്ളത്തിൽ നിന്നല്ലേ വൈദ്യുതി. എന്താ? ഈ H2O അനുപാതം മാറിയാൽ കത്തിക്കപ്പെടും. വെള്ളം അഗ്നിയാകും. അഗ്നി അണക്കുന്നതാണ് വെള്ളം. നിങ്ങൾ അള്ള ചോദിക്കാൻ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കുന്നത്, നാം ആണോ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കും. എന്നാ കടലിലെ നീരാവി ഉപ്പുജലാണല്ലോ കടല്, അതിലെ നീരാവി ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് അള്ളാഹു ശുദ്ധമായ ജലാക്കി തരാൻ അള്ള ചോദിക്കുകയാണ്, അതിനെ ഉപ്പുവെള്ളമാക്കി തന്നെ ഉയർത്താനും ഉപ്പുവെള്ളമാക്കി തന്നെ നിങ്ങൾക്ക് തരാനും എനിക്ക് കഴിയുമായിരുന്നു. നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത്? ഇതൊരു വല്ലാത്ത ചോദ്യമല്ലേ? അതുകൊണ്ട് മഴ കിട്ടണമെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാകണമെങ്കിൽ, അരുവികൾ ഒഴുകണമെങ്കിൽ തീർച്ചയായും പൊറുക്കലിനെ തേടുക എന്ന് ഇത് അടിവരട്ടോളി. അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ എല്ലാ ബർക്കത്തും എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഏത് ദുരന്ത ഭൂമിയിലും ഈ സ്വഭാവം ആർക്കുണ്ടോ, അതും കൂടെ അടിവരട്ടോളി, ഈ സ്വഭാവം ആർക്കുണ്ടോ അയാൾ അള്ളാഹു ബുദ്ധിമുട്ടിക്കൂല. ഉറപ്പിച്ചോളി നിങ്ങൾ. അത് ഏത് കാര്യത്തിലാണ്. പടച്ചോന്റെ വാക്ക് അല്ല ഒരിക്കലും ലംഘിക്കില്ല. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു വീട് 1000 വീടുകൾക്കിടയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ വീട്ടുകാരെ അള്ളാഹു സംരക്ഷിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. ആ അജലെത്തിയാൽ അള്ളാഹു അവരെയും കൊണ്ടുപോകും. സർവശക്തനായ റബ്ബ് കാര്യങ്ങളെ പക്വതയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സൂറത്തുർ റൂമിൽ 30-ാം അധ്യായത്തിൽ ഒരു ഖുർആനിക വചനം 41-ാമത്തെ വചനം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത്ത് ഐദിൻ നാസ്. വല്ലാത്തൊരു പ്രയോഗമാണ്, വിശദീകരിക്കേണ്ടതാണ്. കടലിലും കരയിലും. അതിന്റെ കടലിലും കരയിലും ആകാശത്ത് എന്ന് പറയാതിരുന്ന്, കടലും കരയിലും മനുഷ്യൻ നേരിട്ട് ബന്ധപ്പെടുന്ന ഏരിയകളാണ്. അങ്ങോട്ടോ ഇല്ലാബി സുൽത്താൻ ഇല്ലാതെ കടക്കാൻ പറ്റൂല. സൂറത്ത് റഹ്മാനിലുള്ളതാണ്, വിവരിക്കേണ്ടതാണ്. സൂറത്ത് മുൽക്കിലും കാണാം. ആ ഭാഗം ഞാൻ പറയുന്നില്ല, പിന്നീട് ആവാം. പക്ഷെ ഇവിടെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ് എന്ന മനുഷ്യന്റെ കൈ മാത്രമല്ല, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യൻ അവൻ ചെയ്യുന്ന ഷർറ് കൊണ്ടാണ് കടലിലും കരയിലും. എന്നിട്ട് അല്ലാഹ് പറയാണ് ലിയുളീകഹും ബഅദല്ലദീന അമിലു ലഅല്ലഹും യർജിഊൻ. അവർ ചെയ്ത ചിലതിന്റെ അനുഭവങ്ങൾ അവർ ആസ്വദിക്കാൻ വേണ്ടി ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം. അപ്പൊ അള്ളാഹു നമുക്ക് ശിക്ഷാ നടപടികൾ തരുന്നത് നമ്മളോടുള്ള കാരുണ്യമാണ്. നമ്മൾ തിരിച്ചു വരാനാണ്, നല്ല റൂട്ടിലേക്ക് മടങ്ങാനാണ്. ഒരു ഉപ്പ വടി വെച്ചിട്ട് നമ്മുടെ ചന്തിക്ക് അടിക്കുന്നുണ്ടെങ്കിൽ
അത് ഉപ്പാക്ക് മകനോടുള്ള സ്നേഹമാണ്. ഒരു അധ്യാപകൻ കയ്യിൽ ചൂരൽ വെച്ചടിക്കുന്നുണ്ടെങ്കിൽ ആ അടി ആ കുട്ടിയോടുള്ള സ്നേഹമാണ്, അവൻ കേടുവരാതിരിക്കാനാണ്. അതുപോലെ റഹ്മാനായ റബ്ബ് പറയാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നത് ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങി വരാനാണ്. അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന ദുൽമിൽ നിന്ന്, പലിശയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ഒരുപാട് ഹറാമുകളിൽ നിന്ന്, അന്യന്റെ സ്വത്ത് ഭുജിക്കുന്നതിൽ നിന്ന് എല്ലാം നമ്മൾ മോചിതരാവുകയും ഇന്നോളം ചെയ്ത പാപകർമ്മങ്ങൾ ഒറ്റക്കിരുന്ന് റബ്ബിനോട്, അല്ലെ റജുലുൻ കൽബുഹു, അല്ലേ, നിങ്ങൾ നോക്കൂ, ദക്കറല്ലാഹു ഖാലിയൻ ഫഫാളത് ഐനാ, ഒറ്റക്കിരുന്നിട്ട് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനെ അർശിന്റെ തണലുണ്ട് എന്നാണ്. റബ്ബേ, ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു പോയെന്ന് സഹോദരിമാരും, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു പോയി എന്ന് നമ്മളും അള്ളാഹുവിനോട് ഏറ്റുപറയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് മനസ്സുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് മഗ്‌രിബ് വരെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇശാഇന്റെ ഇടയിൽ മഴ കിട്ടിയിരിക്കും നമുക്ക് റബ്ബിനോട്. അനധിവിദൂരമല്ലാത്ത ടൈമിൽ റബ്ബ് നമുക്ക് സമൃദ്ധമായ അപകടമില്ലാത്ത മഴ നൽകും. നമ്മൾ ഈ ബോധത്തോടുകൂടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സൽപാന്താവിലൂടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.